ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 8/11/2025 കേട്ടോ. 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 145/2025 കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളോട് നോക്കാൻ പോകുന്നത്. 1. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയാണ് കേട്ടോ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? ഉത്തരം ബി ആണ്, മോഹൻലാൽ. 4. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാരാണ്? ഉത്തരം സി ആണ്, ഭട്ടതിരിപ്പാട്. 5. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക്. 6. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. 7. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം ഡി ആണ്, ഓഗസ്റ്റ് 29. 8. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഉത്തരം ബി ആണ്, മാർത്താണ്ഡവർമ്മ. 9. ചേരുംപടി ചേർക്കുക എന്നതാണ്. കഥകളി ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. ചണ്ഡാലഭിക്ഷുകി ആരാണ്? കുമാരനാശാൻ. കൃഷ്ണഗാഥ ആരാണ്? ചെറുശ്ശേരി. ഇനി 10. കേരളത്തിൽ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. 11. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം സി ആണ്, മഹാരാഷ്ട്ര. 12. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം എ ആണ്, 146. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏത്? ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? ഉത്തരം ഡി ആണ്, സംബാദ് കൗമുദി. 14. താഴെ തന്നിരിക്കുന്നതിൽ റാബി വിള അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? ഉത്തരം സി ആണ്, പരുത്തി. 15. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഉത്തരം എ ആണ്, താജിക്കിസ്ഥാൻ. 16. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഉത്തരം ബി ആണ്, ഷിപ്കീല. 17. കാരക്കോറം പർവ്വത നിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. 1. കാരക്കോറം പർവ്വത നിരയിൽ ഗോഡ് ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ് ഓസ്റ്റിൻ ആണ്. ശരിയാണ്. കാരക്കോറം പർവ്വത നിരയുടെ തുടർച്ചയായ ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ. ശരിയാണോ? അല്ല, തെറ്റാണ്. ഉത്തരം ബി ആണ്, 1ഉം 2ഉം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. താങ്ക് യു.